കവടിയാറിലെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി കെ ശബരിനാഥൻ കൂടി സി മലയാളം ന്യൂസ് പഞ്ചേരിയാണ്. ഇവിടെ ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും ഈ തിരക്കിട്ട അവസാനഘട്ട ഓട്ടത്തിലാണ്. താങ്കൾ ഇവിടെ ബൂത്തിലിരിക്കുകയാണ്, എന്താണ്? അതല്ല, ഇവിടെ നമ്മൾ ബൂത്തിലാണ് പ്രധാനപ്പെട്ട വോട്ടല്ല. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് മാക്സിമം വോട്ടർമാരെ കാണുകയാണ്. അത് കണ്ട് നമ്മൾ ബാക്കിയുള്ള സ്ലിപ്പുകളുമായി ഇനി പോവുകയാണ്. രാവിലെ മുതൽ ഫീൽഡിലായിരുന്നു. ഇപ്പോൾ താണ്ട് ഇവിടെ നമ്മളൊന്ന് സ്ലിപ്പ് ഒന്ന് റീകൺവീൻ ചെയ്തിട്ട് തിരിച്ച് വീണ്ടും പോവുകയാണ് എല്ലാവരും. അപ്പം ആവേശത്തിന് ഒട്ടും കുറവില്ലാത്ത ഒരു കുറവുമില്ല. ഞാൻ വെളിയിൽ വലിയ ആവേശം കാണിക്കുന്ന ഒരാളല്ല. നമ്മൾ സൈലൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഗ്രൗണ്ടിലെ വർക്ക് നടക്കുന്നുണ്ട്. നഗരസഭയുടെ മൊത്തത്തിലൊരു എങ്ങനെയാണ് വാർഡുകളിലൊരു പ്രചരണങ്ങൾ? വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ എമേജ് ചെയ്ത് വരികയാണ്. ഒരു കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ 51 സീറ്റ് എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് തന്നെ നഗരസഭയുടെ എല്ലാ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ ഒരു ആളുകളുടെ റിയാക്ഷൻ കാണുമ്പോൾ നമ്മുടെ പഠനങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും UDFൻ്റെ ഭരണസമിതി വരുമെന്ന് തന്നെയാണ്. അപ്പോൾ 45 വർഷത്തെ CPM ഭരണത്തിൻ്റെ അന്ത്യം ഇത്തവണ കോൺഗ്രസിന് UDFന് പറ്റും ഉണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. ജയിച്ചാൽ മേയറാകുമോ? അതൊക്കെ പാർട്ടിയെ തീരുമാനിക്കണം. അതിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകും. അത് UDFിലൂടെ ആയിരിക്കും. എന്തായാലും വലിയ പ്രതീക്ഷ തന്നെയാണ് UDF സ്ഥാനാർത്ഥി കെ ശബരിനാഥനും പങ്കുവയ്ക്കുന്നത്. അങ്ങനെ പ്രചരണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമറാമാൻ PV രഞ്ജിത്തിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.